പോളാറാമൻ ഹാളിൽ ഒത്തുകൂടിയ എസ്.ജി. ഡ്രഗാസിയൻ വത്തിക്കാനോ വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത 300-ലധികം കുട്ടികളെയും യുവാക്കളെയും ലിയോ 14-ാമൻ പാപ്പ അഭിവാദ്യം ചെയ്തു. പിന്നീട് ഉക്രൈനിൽ നിന്നുള്ള 300-ലധികം കുട്ടികളും കൗമാരക്കാരും അവരോടൊപ്പം ചേർന്നു. കുഞ്ഞു പൈതങ്ങൾക്കിടയിൽ സമയം ചെലവഴിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ ചിത്രങ്ങൾ മനോഹര കാഴ്ചയായി. പാപ്പ കുട്ടികളുമായി സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. പാപ്പ തന്റെ ബാല്യകാലത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിനെക്കുറിച്ചും അവിടെ അദ്ദേഹം മറ്റു കുട്ടികളെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടിയതിനെക്കുറിച്ചും എല്ലാറ്റിനുമുപരി പരിശുദ്ധ കുർബാനയിൽ തന്റെ ഉത്തമ സുഹൃത്തായ യേശുവിനെ കണ്ടുമുട്ടിയതും കുരുന്നുകളുമായി പങ്കുവച്ചു. വൈവിധ്യത്തെയും ആതിഥ്യമര്യാദയെയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ആദ്യം ഉക്രൈനിയൻ കുട്ടികളോട് ഇംഗ്ലീഷിൽ ചില സ്വാഗതവാക്കുകൾ അഭിസംബോധന ചെയ്ത പാപ്പ തുടർന്ന് പരസ്പരം ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യത്യാസങ്ങൾക്കിടയിലും പാലം പണിയുക, സൗഹൃദം സ്ഥാപിക്കുക എന്നതിന്റെ ആവശ്യവും പങ്കുവച്ചു. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളാകാം, സഹോദരി സഹോദരന്മാരാകാമെന്ന് പാപ്പ കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തി. യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ചെറുപ്പം മുതലേ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും നിർമ്മാതാക്കളാകാൻ പരിശുദ്ധ പിതാവ് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. യുദ്ധത്തിലോ സംഘർഷങ്ങളിലോ ഏർപ്പെടരുത്, ഒരിക്കലും വെറുപ്പോ അസൂയയോ പ്രോത്സാഹിപ്പിക്കരുത്, പാപ്പ പറഞ്ഞു. യേശു നമ്മളെയെല്ലാം സുഹൃത്തുക്കളാകാൻ വിളിക്കുന്നുവെന്ന് അവരെ ഓർമ്മിപ്പിച്ചു. കുട്ടിക്കാലം മുതൽ പരസ്പരം ബഹുമാനിക്കാനും മറ്റുള്ളവരെ തങ്ങളിൽ ഒരാളായി കാണാൻ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം പാപ്പ വിശദീകരിച്ചു. യേശു നമ്മളെയെല്ലാം സുഹൃത്തുക്കളാകാൻ വിളിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കുട്ടികളും യുവാക്കളും മാർപ്പാപ്പയ്ക്കായി നിരവധി സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. കുട്ടികൾ സ്വയം വരച്ചതും നിർമ്മിച്ചതുമായ ചിത്രങ്ങളും കരകൗശല വസ്തുക്കളും അവർ പാപ്പയ്ക്ക് സമ്മാനിച്ചു. കൂടിക്കാഴ്ചയുടെ അവസാനം ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം പാപ്പ എല്ലാവരെയും ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്റെ അനുഗ്രഹം നൽകുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.